ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും കെ പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമ്മൾ വീട്ടിൽ ഉള്ള അത്യാവശ്യം സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണും ചെയ്യുകൊണ്ട് കേട്ടോ. കമൻ്റ് ഒന്ന് എഴുതി അറിയിക്കും ചെയ്യുകൊണ്ട്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും, കുറേ ആൾക്ക് കഴിക്കട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, കുറച്ച് സാധനങ്ങളും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് അടിപൊളിയായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കനം കുറച്ച് കട്ട് ചെയ്യണ്ട, കുറച്ചൊരു കട്ടി ഉണ്ടായിക്കോട്ടെ. ഉരുളക്കിഴങ്ങ് പൊട്ടിപ്പോവൊന്നും ചെയ്യാത്ത രൂപത്തിൽ കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യൂലേ, അതുമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. കുറേ നേരം ഒന്നും ഇട്ടേക്കണ്ട. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവുമല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ. നമ്മൾ കറി വെക്കാനൊക്കെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് വെള്ളത്തേക്കാണല്ലോ കട്ട് ചെയ്തിടുക അല്ലേ. അപ്പോൾ ആ 2 ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഉരുളക്കിഴങ്ങ് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഞാനിത് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് കോൺഫ്ലവറാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ അതുപോലെ ഒരു 3/4 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ല പിന്നെ എരിവില്ലാത്തതാണെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്പൂണിന് 1/2 സ്പൂണ്. പിന്നെ മുളക് പൊടി എടുത്ത അതേ സ്പൂണിന് ഞാൻ 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാലയും ഒരു നുള്ളി ചേർക്കാം. ഞാനൊരു നുള്ളി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊന്തി വരും കേട്ടോ. മാവ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെയൊക്കെ ആ ഒരു ഇത് കാരണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ബാറ്റർ ഞാൻ കാണിച്ചു തരാം. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇങ്ങനെ കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വിസ്കൊക്കെ വെച്ചിട്ട് കലക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനൊരു മാവ് ഉണ്ടാക്കുമല്ലോ, ആ മാവിൻ്റെ ഒരു രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ഇതിലൊട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല കുറച്ച് ലൂസും എന്നാൽ ടൈറ്റും ആണേനും ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തേക്ക് കുറച്ച് മൈദയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് കൊണ്ടുവരണം. പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ മൈദ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും മൈദ ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ കഴുകി ഒന്ന് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് ഓരോ കിഴങ്ങ് എടുത്തിട്ട് ഈ മാവിലൊന്ന് മുക്കിയിട്ട് പിന്നെ ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക. നമ്മൾ മാവ് കയ്യുമായിട്ടുണ്ടെങ്കിൽ മൈദയിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ മൊത്തം മാവായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്ന് മുക്കിയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മളെ കൈയൊന്ന് കഴുകി വന്നിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഉരുളക്കിഴങ്ങും ഇങ്ങനെ എടുത്ത് എന്താക്കട്ടെ. ഏകദേശം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മാവ് ഈ ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഈ മാവിൽ തന്നെ കായബജിയൊക്കെ ഉണ്ടാക്കട്ടോ. ഇനി അങ്ങനെ മാവ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പച്ചക്കായ കൊണ്ട് കായബജിയൊക്കെ ഉണ്ടാക്കാം. മധുരമൊന്നും ഇടാത്ത അത്യാവശ്യം ഒരു ടേസ്റ്റുള്ളൊരു മാവാണ്. പിന്നെ അത് എണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ കയ്യിലൊന്നും ഇട്ടിട്ട് ഒന്നിളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഒന്നൊരു ഭാഗം നല്ല പോലെ മൂത്ത് വന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. മറിച്ചിടാനൊന്നുമില്ല, വെറുതെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ 2 ഭാഗം അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ അതാ ഞാനിതുപോലെ ചട്ടി നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മറിച്ചിടാനൊന്നുമില്ല. എണ്ണയിൽ നമ്മൾ എങ്ങനെയാണോ ഇടണത് അതിനനുസരിച്ചാണ് മറിച്ചിടാണ്ടാവുക കേട്ടോ. എണ്ണ എല്ലാത്തിൻ്റെയും മുകളിൽ എത്തണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ട എന്തുണ്ടാവും. ഇതിപ്പോൾ നല്ല പോലെ മുങ്ങി കിടക്കുന്നുണ്ടല്ലോ. പിന്നെ ഇത് നല്ല പോലെ വെന്ത് വന്നാൽ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ അതാ പിന്നെ എണ്ണ ഒട്ടും കുടിക്കൂല കേട്ടോ. ഇനി എണ്ണ ഉണ്ടോ എന്നുള്ളൊരു പേടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് കോരി ഇടണത് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഞാൻ ഒക്കെ മാവിൽ മുക്കി മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതുപോലെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടൊക്കെ നമ്മൾ വെറൈറ്റി ഓരോ ഇതുകളും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും. പിന്നെ നമ്മൾ എരിവ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവൊക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, എല്ലാതും അടിപൊളിയായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് സോസിലൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മോനോട് ഞാനൊന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ കടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ്സും നല്ലൊരു സൗണ്ടും വരുന്നുണ്ട് കേട്ടോ. നല്ല കറുമുറാന്നുള്ളൊരു സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ്. ഇനി അവനോട് ഞാനതൊന്ന് പൊട്ടിച്ച് കാണിക്കുമെന്ന് പറയട്ടോ. അപ്പോൾ നല്ലതുപോലെ കണ്ടോ, നല്ലതുപോലെ പൊട്ടി കിട്ടണമൊക്കെ ഉണ്ട്. നല്ല ക്രിസ്പി ആയതുകൊണ്ടാണ് അങ്ങനെ പൊട്ടി കിട്ടണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.